ഹലോ മൈ ഡിയേഴ്സ്, ഇത് കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയുടെ കണക്റ്റഡ് പോയിന്റാണ് കേരള ഭൂപരിഷ്കരണ നിയമം. കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധനം നടപ്പിലാക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 59 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. ഇവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ 4 ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ A ആണ്. കാര്യങ്ങൾ നമ്മൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. 1957 EMSന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ മന്ത്രിസഭ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സത്വര നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. 1957 ഡിസംബറിൽ കേരള സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങൾക്കും ബാധകമാകുന്ന വിധത്തിൽ ഒഴിപ്പിക്കൽ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നു. 1957 കാർഷിക ബന്ധ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപായി കഴിയുന്നിടത്തോളം കുടിയാന്മാരെ ഒഴിപ്പിച്ച് ഭൂമി നേരിട്ട് കൈവശപ്പെടുത്തുവാനുള്ള ജന്മിമാരുടെ അടവിനെ പരാജയപ്പെടുത്തുകയായിരുന്നു ഈ ഒരു നിയമത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാർഷിക ബന്ധ നിയമം നിലവിൽ വരുമ്പോഴത്തേക്ക് കഴിയുന്നിടത്തോളം കുടിയാന്മാരെ ഒഴിപ്പിച്ച് ഭൂമി നേരിട്ട് കൈവശപ്പെടുത്തുവാനുള്ള ജന്മിമാരുടെ അടവിനെ പരാജയപ്പെടുത്തുന്നതായിരുന്നു ഈ ഒരു നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ കുടിയൊഴിപ്പിക്കൽ അല്ലെങ്കിൽ ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പിലാക്കിയ വർഷം 1957. അപ്പോൾ ഇങ്ങനെ ഒരു കാർഷിക ബന്ധ നിയമം നിലവിൽ വരുന്നതിന് മുൻപായിട്ട് കഴിയുന്നിടത്തോളം കുടിയാന്മാരെ ഒഴിപ്പിച്ച് ഭൂമി നേരിട്ട് കൈവശപ്പെടുത്തുവാനുള്ള ജന്മിമാരുടെ അടവിനെ പരാജയപ്പെടുത്തുകയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നമ്മുടെ ഒരു കണക്റ്റഡ് പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കാവുന്നതാണ്. ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമസഭ പാസ്സാക്കിയത്. നമ്മളോട് ചോദിച്ചത് കേരള നിയമസഭ എന്നാണ് പാസ്സാക്കിയത് എന്നാണ്. 1959 ജൂൺ മാസം 10 ഭേദഗതി ചെയ്യപ്പെട്ട കാർഷിക ബന്ധ നിയമം രാഷ്ട്രപതിയുടെ ഒപ്പോടുകൂടിയിട്ട് 1961 ജനുവരി 21 നിയമമായി. ഇതാണ് ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം കേരള നിയമസഭ പാസ്സാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 59 ജൂൺ 10 ഈ ഒരു നിയമം രാഷ്ട്രപതിയോട് കൂടിയിട്ട് സൈനോട് കൂടിയിട്ട് ഭേദഗതി ചെയ്ത ഒരു നിയമം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. 1961 ജനുവരി 1 അതൊരു നിയമമായത്. അതാണ് ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം. ഒന്നുകൂടെ ഞാൻ പറയാം. ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം കേരള നിയമസഭ പാസ്സാക്കിയത് 59 ജൂൺ 10. ഇത് നിയമമായ ഡേറ്റ് 61 ജനുവരി മാസം 21 ഇനി ഇതിനെ തുടർന്നിട്ട് കാർഷിക ബന്ധ നിയമം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വൻപിച്ച ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായി. R ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 1963 പുതിയ പല മാറ്റങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ഭൂപരിഷ്കരണ നിയമം എന്ന പേരിൽ പുതിയ ഒരു നിയമം കേരള നിയമസഭ പാസ്സാക്കി. അപ്പം ഇതിന് ഒന്നാം നിയമം എന്നിട്ടുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. സോ ഇത് ജസ്റ്റ് നിങ്ങളിത് മാത്രം ആലോചിച്ചാൽ മതി. 61 ഒന്നാമത്തെ ഐക്യ കേരള ഭൂപരിഷ്കരണ നിയമം സൈൻ ചെയ്തു രാഷ്ട്രപതി 61. ഇനി 63 കുറച്ചുകൂടെയൊക്കെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായി. അതിനുശേഷം ആര് വന്നിട്ടുണ്ട്? കാർഷിക ബന്ധന നിയമത്തിനു പകരം കേരള ഭൂപരിഷ്കരണ നിയമം എന്ന പേരിൽ കേരള നിയമസഭ ഒരു പുതിയ നിയമം പാസ്സാക്കിയുണ്ട്. അപ്പം അത് ജസ്റ്റ് അതിൻ്റെ ഒരു വർഷം നിങ്ങൾ ഓർത്തേച്ചാൽ മതി. R ശങ്കറിൻ്റെ കാലത്തും ഇതിനെ ഒന്ന് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് കേരള ലാൻഡ് റീഫോംസ് ആക്ട് 1963 എന്ന് പറഞ്ഞ പേരിൽ പുതിയൊരു നിയമം അങ്ങ് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട 3 വർഷങ്ങളുണ്ട്. 59, 61, 63. 59 കേരള നിയമസഭ പാസ്സാക്കി. ആ ഒരു സംഭവത്തിനെ രാഷ്ട്രപതി സൈൻ ചെയ്തു നിയമമാക്കി 61. 63 കുറച്ചുകൂടെ ഭേദഗതി പ്രകാരം ഇതിനെ ഒന്ന് പരിഷ്കരിച്ച് കേരള ഭൂപരിഷ്കരണ നിയമം എന്ന പേരിലാക്കി പുതിയൊരു നിയമം കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. അടുത്ത ഒരു സമരമാണ് കള്ളിക്കാട് സമരം എന്ന് പറഞ്ഞത്. കേരളത്തിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായി നടന്ന കുടികിടപ്പ് അവകാശ സമരങ്ങളിൽ ഒന്നാണ് കള്ളിക്കാട് സമരം എന്ന് പറയുന്നത്. കേരളത്തിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായി നടന്ന കുടികിടപ്പ് അവകാശ സമരങ്ങളിൽ ഒന്നാണ് കള്ളിക്കാട് സമരം എന്ന് പറഞ്ഞത്. ഈ സമരത്തിൻ്റെ ഭാഗമായി കള്ളിക്കാട് നടന്ന സമരത്തിൽ പോലീസിനോട് ഏറ്റുമുട്ടി നീലകണ്ഠൻ, ഭാർഗവി എന്നീ 2 പേർ മരിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനകത്തെ കള്ളിക്കാട് സമരത്തിലെ രക്തസാക്ഷികൾ ആരെ എന്നൊരു കണക്റ്റഡ് പോയിന്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നീലകണ്ഠനും ഭാർഗവിയും ആണ്. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിൻ്റെ
ഭാഗമായി നടന്ന കുടികിടപ്പ് അവകാശ സമരങ്ങളിൽ ഒന്നാണ് കള്ളിക്കാട് സമരം എന്ന് പറഞ്ഞത്. കേരള നിയമസഭ 69 പാസാക്കിയ കുടികിടപ്പ് അവകാശ സംരക്ഷണ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അംഗീകാരം നൽകാതെ നീട്ടിക്കൊണ്ടുപോയ സാഹചര്യത്തിലാണ് CPIM കർഷക തൊഴിലാളി സമിതിയുടെ നേതൃത്വത്തിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമ പ്രകാരമുള്ള ഭൂരഹിതന്റെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം നൽകിയത്. അപ്പോൾ ഏത് നിയമവുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള നിയമസഭ 69 പാസാക്കിയ കുടികിടപ്പ് അവകാശ സംരക്ഷണ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അംഗീകാരം നൽകാതെ നീട്ടിക്കൊണ്ടുപോയ സാഹചര്യത്തിലാണ് CPIയുടെ കർഷക തൊഴിലാളി സമിതിയുടെ നേതൃത്വത്തിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരമുള്ള ഭൂരഹിതന്റെ അവകാശം സ്ഥാപിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ആഹ്വാനം ചെയ്തത്. അതേതാണ്? കള്ളിക്കാട് സമരവുമായി തന്നെ ബന്ധപ്പെട്ടാണ്. അത് എന്ത് നിയമമാണ്? കുടികിടപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട ഒരു സമരമാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷികളായവരുടെ പേര് നിങ്ങൾ ഓർക്കണം. നീലകണ്ഠനും ഭാർഗവിയുമാണെന്ന കാര്യം ഓർക്കണം. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടാണ്? കേരള നിയമസഭ 69 പാസാക്കിയ കുടികിടപ്പ് അവകാശ സംരക്ഷണ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടാതെ പോയ സാഹചര്യത്തിൽ CPIM കർഷക തൊഴിലാളി സമിതിയുടെ നേതൃത്വത്തിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരമുള്ള ഭൂരഹിതന്റെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ഈ കള്ളിക്കാട് സമരവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കൂടാതെ നമ്മൾക്ക് കേരളത്തിൽ നടന്നിരിക്കുന്ന കുറച്ച് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇയേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പണ്ടാരപ്പാട്ട വിളംബരം ഏത് വർഷമാണ് എന്നിട്ടുള്ള കാര്യമൊന്നും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് 2-3 കാര്യങ്ങളൂടെ ഓർത്ത് വെച്ചാൽ മതി. ഭൂവുടമസ്ഥ കൈവശ അവകാശ നിയന്ത്രണ നിയമം തിരുക്കൊച്ചിയിൽ പാസ്സാക്കിയത് 54 തിരുക്കൊച്ചിയിൽ ഭൂവുടമസ്ഥ കൈവശ അവകാശ നിയന്ത്രണ നിയമം 54. തിരുക്കൊച്ചിയിൽ തന്നെ കാണം കുടിയാൻ നിയമം 55. കാണം കുടിയാൻ നിയമം 55. കാർഷിക ബന്ധ നിയമം 59 കേരളത്തിൽ. ഭൂപരിഷ്കരണ നിയമം ചോദിച്ചാൽ 63. അതിൻ്റെ ഭേദഗതി നിയമം ചോദിച്ചു കഴിഞ്ഞാൽ 69. 59 കാർഷിക ബന്ധ നിയമം, ഭൂപരിഷ്കരണ നിയമം 63. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം വന്നിരിക്കുന്നത് 69. ഭൂവുടമസ്ഥ കൈവശ അവകാശ നിയന്ത്രണം നിയമം 54. കാണം കുടിയാൻ നിയമം 55. അപ്പം അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു കാര്യവും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഏത് വർഷമാണ് പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്, ഏത് രാജാവാണ്, നിങ്ങൾക്കറിയാവുന്ന പോയിന്റ്സ് ആഡ് ചെയ്തോളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയിട്ട് ആൻസറിലേക്ക് പോകാവുന്നതാണ് ഈസി ആയിട്ട്. LDC ഇനിയുള്ള ജില്ലക്കാർക്ക് ഓൾഡിൻ്റെ കണക്റ്റഡ് പോയിന്റ്സ് വേണമെന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 299 ഫീസ് എന്ന് പറയുന്നത്. പെയ്ഡ് PDF ആണ് വരുന്നത്. ഇനി ഇത് കൂടാതെ ഡിഗ്രി ലെവൽസിൻ്റെ മെയിൻസിൻ്റെ കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. BDO മെയിൻ്റെ പാർട്ട് 1 90 മാർക്കിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, കറണ്ട് അഫേഴ്സ്, ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളത്തിൻ്റെയും PDF വിത്ത് സ്റ്റഡി പ്ലാൻ ആണ്. 100 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ്. 799 പ്രൈസ്. വേണ്ടവർ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. ഇതിനകത്ത് പാർട്ട് 1 ആണ് ഇതിനകത്ത് വരുന്നത്. പാർട്ട് 2 ഉണ്ട്, അത് വേറെ രീതിയിലുള്ള സിലബസ് ആണ് വരുന്നത്. ഓക്കെ, താങ്ക്